ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ നമുക്കൊപ്പം ടെലിഫോണിലുള്ള. ശ്രീ ജയശങ്കർ, വളരെ ക്രൂരമായൊരു മർദ്ദനം, അതും ഒരു വക്കീൽ ഫ്രട്ടേണിറ്റിയിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അതിനുതകുന്ന നടപടികളിലേക്ക് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ദുർബലമായ നിലയിലുള്ള നടപടികളാണോ സ്വീകരിക്കുന്നത്? എന്തുകൊണ്ട് ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കഴിയുന്നില്ല എന്നതാണ്. അങ്ങനെയുള്ള ഇടപെടലുകൾ സ്വാധീനത്തിൻ്റെയൊക്കെ പ്രതിഫലമായിരിക്കുമോ ഇത്? അല്ല, ഇതിൽ പല ഘടകങ്ങളുണ്ട്. ഒന്നാമത് ഈ അഭിഭാഷകൻ ചെയ്തത് വളരെ കടന്ന കൈയാണ്. ഒരു കാരണവശാലും ഒരു അഭിഭാഷകനും സ്വന്തം ജൂനിയറോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടാത്ത ഒരു പ്രവൃത്തിയാണ്. കാരണം നമ്മൾ ഈ നിയമവാഴ്ച ഉറപ്പാക്കാനുള്ള അഭിഭാഷകർ പ്രവർത്തിക്കുന്നത്. നീതിന്യായ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകർ തന്നെ നിയമം കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ സംവിധാനം പരാജയപ്പെട്ടു എന്നുള്ള. അപ്പൊ അത് തന്നെ വലിയ തെറ്റാണ്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ സുതാര്യതയെ അല്ലെങ്കിൽ അതിന്റെ സ്വതന്ത്രമായ നടത്തിപ്പിനെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, ഒരു യുവ അഭിഭാഷകർക്കാണ് ഈ ദുർവിധി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകേണ്ടതാണ് മഹിളാ സംഘടനയുടെ ഭാഗത്ത്. അഭിഭാഷക സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ കുറെ കൂടി ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തു എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. അതുകൊണ്ട് മാത്രം ഒരു കാര്യമില്ല. ബാർ അസോസിയേഷനിൽ അംഗത്വം എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നു. അത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് സസ്പെൻഷൻ പിൻവലിക്കാവുന്നതുള്ളൂ. പക്ഷെ ഇവിടെ ഇടപെടേണ്ടത് ബാർ കൗൺസിലാണ്. ബാർ കൗൺസിലാണ് തൊഴിൽപരമായ കാര്യങ്ങളിൽ അഭിഭാഷകരുടെ മേൽ നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ള സംഘടന. അപ്പൊ തൊഴിൽപരമായ ഒരു പെരുമാറ്റ ദൂഷ്യം എന്ന രീതിയിൽ ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യും. ആ രീതിയിൽ ഇതിനെ നടപടിയെടുക്കുകയാണ് ചെയ്യും. വളരെ ഹീനമായ പെരുമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതികഠിനമായ തൊഴിൽപരമായ പെരുമാറ്റ ദൂഷ്യം ഇതെത്തും. പിന്നെ പോലീസ് കേസ്, പോലീസും ഊർജിതമായി തന്നെ ഈ പ്രശ്നം അതിൽ ഇടപെടേണ്ടതാണ്. അതിൽ കൃത്യമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കേണ്ടതാണ്. അഭിഭാഷകൻ എന്ന രീതിയിലുള്ള യാതൊരു പരിഗണനയും ഇയാൾക്ക് ഈ ക്രിമിനലിന് നൽകാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇതുപോലുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു കാഴ്ച, അഭിഭാഷകനാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. നീതിന്യായ സംവിധാനമായിട്ട് ബന്ധമുള്ള ഒരാളാണെങ്കിൽ പോലീസിന്റെ പ്രവൃത്തി സാധാരണ ഉദാസീനമായിരിക്കും. അല്ലെങ്കിൽ ഭരണകക്ഷിക്കോ ഭരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ വിരോധമുള്ള അഭിഭാഷകനായിരിക്കും. എങ്കിൽ മാത്രമേ പോലീസ് കേസ് ഊർജിതമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുകയും അത് ഇതിനകത്ത് ഈ ഉദാസീനതയ്ക്ക് ഒരു കാരണമായിരിക്കും ഞാൻ വിചാരിക്കും. അങ്ങനെ ആകാതിരിക്കട്ടെ എന്ന് പ്രത്യേകിച്ച്